പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഓക്കെ, അപ്പോൾ സാറിന്ന് നമ്മുടെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ഉദ്ഗ്രഥിതത്തിൽ ചോദിക്കുക എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇതിലെ മാത്സിൻ്റെ ഭാഗം സാർ ഉൾപ്പെടുത്തിയിട്ടില്ല. മലയാളത്തിൽ EVS മലയാളവും വരുന്ന ഭാഗമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചിരിക്കണം, ഏതൊക്കെ നമ്മുടെ ഈ ഒരു 3 ചാപ്റ്ററിൽ നിന്നും നമുക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വരും എന്നുള്ളതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ സാറ് പറഞ്ഞതേ വരൂ എന്നൊന്നുമില്ല, നമ്മൾ ഈ ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് സാറ് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞതെല്ലാം വരും എന്നുള്ളതുമല്ല, അതുപോലെ തന്നെ ഇതിനെ ഈ സാറ് പറഞ്ഞ പാറ്റേണിലേ ചോദിക്കുമെന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എന്ത് ചെയ്യാം, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ എക്സാമിന് ഒരുങ്ങി വരുന്ന സമയത്ത് പഠിച്ചിരിക്കണം. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു രക്ഷിതാക്കൾക്കും കൂടെ ഒരു ഉപകാരപ്രദമാകുന്നൊരു വീഡിയോ ആണ്. എന്തൊക്കെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം എന്നുള്ളത് അവർക്ക് കൂടെ ഒന്ന് എന്ത് ചെയ്യാം, ഫോക്കസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമ്മളെ പാഠഭാഗത്തേക്ക് കടക്കാം. സോ ഒന്നാമത്തെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഞാനാണ് താരം എന്ന് പറയുന്ന പാഠഭാഗത്തിലെ കുറച്ച് കാര്യങ്ങളാണ്. സോ ഞാനാണ് താരം എന്ന് പറയുന്നതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജലത്തെക്കുറിച്ചിട്ടാണ്. സോ ജലത്തിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഭാഗത്തിൽ നിന്ന് വരുന്നുണ്ട്. സോ നോക്കുക. അപ്പോൾ അതിൽ ഒന്നാമത് വരുന്നതാണ് മുങ്ങിയതേത് പൊങ്ങിയതേത്. നമ്മൾ ക്ലാസ്സിൽ ചെയ്തു നോക്കിയ പരീക്ഷണം കൂടിയാണിത്. ഇതിൽ മുങ്ങിയതേത് പൊങ്ങിയതേത് എന്നുള്ളത് ചോദിക്കാറുണ്ട്. ഉദാഹരണത്തിനായിട്ട് കുറച്ച് കാര്യങ്ങൾ താഴത്ത് എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിരിക്കും. കല്ല്, പെൻസില് അല്ലേ, പെൻസില്, പേന, ചോക്ക്, കട്ടർ, റബ്ബർ, കത്രിക, വാട്ടർ ബോട്ടിൽ, നാണയം, സ്പൂണ്, പന്ത്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ബക്കറ്റിലെ വെള്ളത്തിലേക്ക് അല്ലേ, ഒരു ബക്കറ്റിലെ വെള്ളത്തിലേക്ക് ഇട്ട് നോക്കിയാൽ എന്തായിരിക്കും സംഭവിക്കുക? മുങ്ങിപ്പോകുമോ അതോ പൊങ്ങിക്കിടക്കുമോ എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നോക്കാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം, അത് നമ്മൾ ക്ലാസ്സിൽ എന്ത് ചെയ്തതാണ്, ഓൾറെഡി ചെയ്തതാണ്. സോ മുങ്ങിയത് കല്ലാണ്, അതുപോലെ റബ്ബറാണ്, അതുപോലെ കത്രിക, ചോക്ക്, നാണയം, സ്പൂണ്. ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു, വെള്ളത്തിലിട്ട സമയത്ത് മുങ്ങിപ്പോയതായിട്ട് കണ്ടു. ഇനി പൊങ്ങിയത് ഏതൊക്കെയാണെന്ന് നോക്കിയ സമയത്ത്, വെള്ളത്തിൽ പൊങ്ങിക്കിടന്നത് ഏതൊക്കെയാണെന്ന് നോക്കിയ സമയത്ത് പേന വെള്ളത്തിൽ പൊങ്ങിക്കിടന്നു, അതുപോലെ പെൻസില്, കട്ടർ, വാട്ടർ ബോട്ടിൽ, ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു, വെള്ളത്തിൽ പൊങ്ങിക്കിടന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഈ പറഞ്ഞ എക്സാമ്പിൾസിൽ നിന്ന് മാത്രമല്ല കേട്ടോ ക്വസ്റ്റ്യൻ വരിക, മറ്റു വേറെയും എക്സാമ്പിൾസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മുങ്ങുന്നതേത് പൊങ്ങുന്നതേത് എന്നുള്ളത്, നമുക്ക് വെള്ളത്തിലിട്ടാൽ മുങ്ങിപ്പോകുന്നത് ഏത്, പൊങ്ങിക്കിടക്കുന്നത് ഏത് എന്നുള്ള ഒരു ചോദ്യം നമുക്ക് ഈ പാഠഭാഗത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത ഭാഗത്തേക്ക് പോവാം. നോക്കാം മക്കളെ, നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ജലത്തെക്കുറിച്ചിട്ടല്ലേ. സോ ജലത്തിനെ കൊണ്ട് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ടല്ലേ. എന്തിനൊക്കെയാണ് ജലം ഉപയോഗിക്കുന്നത് എന്ന ചോദ്യം സാധാരണയായിട്ട് വരാറുണ്ട്. അപ്പോൾ ജലം എന്തിനൊക്കെ ഉപയോഗിക്കും നമുക്കറിയാം. ജലം എന്ന് പറയുന്നത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ആഹാരം പാകം ചെയ്യാൻ നമ്മൾ ആരുപയോഗിക്കുന്നുണ്ട്, ജലത്തെ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ വസ്ത്രങ്ങൾ അലക്കാൻ നമ്മൾ ആരുപയോഗിക്കുന്നുണ്ട്, ജലത്തെ ഉപയോഗിക്കുന്നുണ്ട്. കൃഷി നനയ്ക്കാനും, അതുപോലെ പാത്രങ്ങൾ കഴുകാൻ, കൈ കഴുകാൻ, കുളിക്കാൻ, കുടിക്കാൻ, വാഹനം കഴുകാൻ, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ജലത്തെ ഉപയോഗിക്കുന്നുണ്ട്. ആയതിനാൽ ജലം നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു സംഗതിയാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ ഒരു ഭാഗത്തിൽ നിന്നും നമുക്ക് ഒരു 2 or 3 ഒക്കെ നിങ്ങളെ കൊണ്ട് എഴുതാൻ എന്ത് ചെയ്യും, ക്വസ്റ്റ്യനിൽ വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതൊക്കെയാണല്ലോ. ഇനി അടുത്ത ഭാഗത്തേക്ക് പോകാം. ഓക്കെ, സാറ് മൊത്തം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ് എടുക്കുന്ന പോലെ പറയുന്നില്ല, എന്തൊക്കെയാണ് വരിക എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, സോ ജലസ്രോതസ്സുകൾ. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ് ജലസ്രോതസ്സുകൾ. ഏതൊക്കെ ജലസ്രോതസ്സുകൾ നമുക്കറിയാം. തോടുണ്ട്, പുഴയുണ്ട്, അരുവിയുണ്ട്, കുളമുണ്ട്, കടലുണ്ട്, മഴയുണ്ട്, കായലുണ്ട്, അതുപോലെ കിണറുണ്ട്. ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യും, കൃത്യമായിട്ട് ഇത് കിട്ടാറുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ ജലസ്രോതസ്സിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം, ഒരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തു വെക്കണം, നിർബന്ധമാണ്. രക്ഷിതാക്കളും കൂടെ ഒന്ന് അവരെ ശ്രദ്ധയിലേക്ക് എത്തിക്കാൻ ശ്രദ്ധിക്കാം. ഓക്കെ, റെഡിയല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോകാം. അടുത്തത് അറിയിപ്പ് തയ്യാറാക്കാം. നോട്ടീസാണ് അല്ലേ. ഓക്കെ, അപ്പോൾ നോട്ടീസ് ഉണ്ടാക്കുന്നത് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തതാ. സോ നമ്മൾ ചെയ്ത നമ്മുടെ ക്ലാസ്സിൽ എഴുതിയ അതേ നോട്ടീസ് തന്നെയാണ് സാർ ഇവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതൊന്ന് ഓർമ്മിക്കുക എന്ന് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നോക്കുക, എന്തായിരുന്നു അന്നത്തെ ചോദ്യം? മയൂകയും കൂട്ടരും ബുധനാഴ്ച നടക്കുന്ന ബാലസഭയിൽ വെള്ളം കൊണ്ടുള്ള പല പരീക്ഷണങ്ങളും അവതരിപ്പിക്കും. വെള്ളം കൊണ്ടൊരു മായാജാലം എന്നാണവർ അതിന് പേരിട്ടത്.
അതിൻ്റെ അറിയിപ്പ് സ്കൂളിലെ നോട്ടീസ് ബോർഡിൽ പതിപ്പിക്കണം. അപ്പോൾ ഈ നോട്ടീസ് ബോർഡ് ഉണ്ടല്ലോ, സോ ഈ നോട്ടീസ് ബോർഡല്ല, ഈ നോട്ടീസ് ഉണ്ടല്ലോ, നമുക്ക് എന്ത് ചെയ്യണം, തയ്യാറാക്കണം. അപ്പോൾ നിങ്ങൾക്കറിയാം അപ്പോൾ നോട്ടീസ് തയ്യാറാക്കുന്ന സമയത്ത് സാറ് പറഞ്ഞിട്ടുണ്ട് എന്താണ് പരിപാടി എന്നുള്ളത് അതിൽ ഉൾപ്പെടുത്തണം അല്ലേ. അപ്പോൾ വെള്ളം കൊണ്ടൊരു മായാജാലം എന്നതാണ് നമ്മുടെ പരിപാടി. ആ പരിപാടിയുടെ പേരും എന്താണ് പരിപാടി എന്നുള്ളതും അതിൽ ഉൾപ്പെടുത്തണം. 2, എന്നാണ് പരിപാടി അല്ലേ, ബുധനാഴ്ചയാണ് പരിപാടി നടക്കുന്നത്. ഇനി അടുത്ത ചോദ്യം എപ്പോഴാണ്, 10 മണിക്കാണ് അല്ലേ പരിപാടി നടക്കുന്നത്. ഇനി അടുത്ത ചോദ്യം എവിടെ വെച്ചിട്ടാണ് പരിപാടി നടക്കുന്നത്, സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ നിർബന്ധമായിട്ടും നോട്ടീസിൽ ഉണ്ടാവണം. അതാണ് നോട്ടീസിൻ്റെ പ്രത്യേകത. ഓക്കെ അല്ലേ. സോ എന്ത് ചെയ്തു, സാർ ഒരു നോട്ടീസ് ഉണ്ടായിട്ടുണ്ട്. നോക്കുക, ബുധനാഴ്ച നടക്കുന്ന ബാലസഭയിൽ 2C ക്ലാസ്സിൽ പഠിക്കുന്ന മയൂകയും കൂട്ടരും അവതരിപ്പിക്കുന്ന വെള്ളം കൊണ്ടൊരു മായാജാലം എന്ന പരിപാടി കൃത്യം 10 മണിക്ക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്നതാണ്. എല്ലാവരും പങ്കെടുക്കണമെന്ന് അറിയിക്കുന്നു. ഓക്കെ അല്ലേ. സോ ഇതാണ് നമ്മുടെ നോട്ടീസ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നോട്ടീസ് ഇതേ വിഷയമായിരിക്കില്ല, വേറെ ഏതെങ്കിലും വിഷയമായിരിക്കും നമുക്ക് തരിക. അപ്പോൾ ആ നോട്ടീസ് എന്ത് ചെയ്യണം, നമ്മൾ എഴുതേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു നോട്ടീസ് നമ്മൾ എഴുതി പഠിക്കുക. അപ്പോൾ ഇതിൻ്റെ പാറ്റേണിലൊരു മറ്റൊരു നോട്ടീസ് ആയിരിക്കും നമുക്ക് എഴുതാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരികയാണെങ്കിൽ വരിക. ഓക്കെ, റെഡി ആണല്ലോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത ഭാഗത്തേക്ക് പോകാം. അപ്പോൾ ഇനി ജലത്തിൽ എന്തൊക്കെ, ജലത്തിൽ കാണുന്ന ജീവികളുടെ പേരാണ് അടുത്തതായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഒന്ന് നിങ്ങൾക്കറിയാം, വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്. ആമയുണ്ട്, മുതലയുണ്ട്, മീനുണ്ട്, തവളയുണ്ട്. ചിലപ്പോൾ അത് പിക്ചർ വന്നിട്ട് അതിൽ നിന്ന് ജലത്തിൽ കാണുന്ന ജീവികൾ ഏതൊക്കെയെന്ന് റൗണ്ട് ചെയ്യാനോ അത്തരത്തിലൊക്കെ ചോദ്യം നമുക്ക് എന്ത് ചെയ്യാം, അവിടെ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഏതായാലും എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആമ, മുതല, ഇത്തരം കാര്യങ്ങൾ, മീൻ, തവള, താറാവ്, ഞണ്ട്, പാമ്പ്, അരയന്നം ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നതാ, ജലത്തിൽ കാണുന്ന ജീവികളാണ്. ഓക്കെ, അടുത്ത ഭാഗത്തേക്ക് പോകാം. ഇനി ജലം മലിനമാകുന്ന സന്ദർഭങ്ങളാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ നോട്ട്ബുക്കിൽ എഴുതിയിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. അപ്പോൾ ജലം മലിനമാകുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണ് നിങ്ങൾക്കറിയാം. മാലിന്യങ്ങൾ പുഴയിലേക്ക് വലിച്ചെറിയുമ്പോൾ അല്ലേ, നമ്മളെ വേസ്റ്റും മറ്റൊക്കെ എന്ത് ചെയ്യാണ്, പുഴയിലേക്ക്, പ്ലാസ്റ്റിക് വേസ്റ്റൊക്കെ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ, നമ്മുടെ പുഴ മൊത്തം എന്താവും, മലിനമാകും. അവിടുത്തെ വെള്ളവും എന്താവും, മലിനമാകും. അതുകൂടെ നമ്മുടെ എന്ത് ചെയ്യാം, ജലം മലിനമായി പോകും. ഓക്കെ, റെഡി. ഇനി അടുത്തത്, മാലിന്യ പൈപ്പുകൾ ജലാശയത്തിൽ ഒഴുക്കുമ്പോൾ നോക്കുക. നമ്മുടെ നാട്ടിലെ ഫാക്ടറികളിൽ നിന്നും അതുപോലെ മറ്റ് ഹോട്ടലിൽ നിന്നൊക്കെ ഉള്ള പൈപ്പുകൾ കൊണ്ടുപോയിട്ട് മാലിന്യം ഒഴിവാക്കുന്ന പൈപ്പുകൾ നേരെ കൊണ്ടുപോയിട്ട് നമ്മുടെ പുഴയിലേക്കൊക്കെ ഒഴുക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക, പുഴ മൊത്തം എന്തായി പോകും, മലിനമായി പോകും. അതുകൊണ്ട് ഇത്തരം പ്രവൃത്തികൾ നമ്മുടെ ജലം മലിനമാകുന്നതിന് കാരണമാണ്. ഇനി അടുത്തത്, ചില ആളുകളൊക്കെ കിണറ്റിനരികിൽ കുളിക്കുന്നവരുണ്ട് അല്ലേ. അപ്പോൾ കിണറ്റിനരികിൽ കുളിക്കുക, അതുപോലെ അലക്കുക, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കിണറിലെ വെള്ളം എന്തായി പോവും, കേടുവന്നു പോവും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതൊരു കാരണമാണ്. ഇനി അടുത്തത്, പുഴയിൽ കന്നുകാലികളെ കുളിപ്പിക്കൽ. ഇതും നമുക്ക് മറ്റൊരു ഉദാഹരണമായിട്ട് പറയാവുന്നതാണ്. ഇനി അടുത്തതാണ് പുഴക്കരയിൽ വാഹനം കഴുകൽ. പുഴക്കരയിൽ വാഹനം കഴുകി കഴിഞ്ഞാൽ ആ വാഹനത്തിലെ കെമിക്കൽസും മറ്റ് പെട്രോളും ഒക്കെ എന്ത് ചെയ്യും, ഒലിച്ചിട്ട് നമ്മുടെ പുഴയിലെ വെള്ളത്തിലേക്ക് വരും. പിന്നെ ആ പുഴയിലെ വെള്ളം എന്തായി പോവും, മലിനമായി പോകും. ഓക്കെ, ഇനി അടുത്തതാണ് അറവുശാലയിൽ നിന്നുള്ള മാലിന്യങ്ങൾ തള്ളൽ. നമുക്കറിയാം കോഴിപ്പാട്സും മറ്റുമൊക്കെ ആയിട്ട് ഒരുപാട് വേസ്റ്റുകൾ നമ്മുടെ അറവുശാലകളിലൊക്കെ വരുന്നുണ്ടല്ലേ. അതൊക്കെ നമ്മൾ കൊണ്ടുപോയിട്ട് പുഴയിൽ കൊണ്ടുപോയി തള്ളിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമ്മുടെ പുഴ മലിനമായി പോകും. അപ്പോൾ ഇത് സാധാരണയായിട്ട് ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അതുകൊണ്ട് മക്കൾ ഇതൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, ഓർത്തു വെക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോയാലോ. ഓക്കെ, ജലസ്രോതസ്സുകൾ സംരക്ഷിച്ചില്ലെങ്കിൽ എന്തൊക്കെ അപകടങ്ങളാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ജലസ്രോതസ്സ് സംരക്ഷിച്ചില്ലെങ്കിൽ എന്താണ് ഉണ്ടാവുക അല്ലേ, ഉറപ്പാണ്, കുടിവെള്ളം ലഭിക്കാതെയാവും അല്ലേ, ശുദ്ധമായ ജലം നമുക്ക് എന്ത് ചെയ്യും, കിട്ടാതെയാവും. അതുപോലെ തന്നെ മലിനജലത്തിലൂടെ എന്ത് ചെയ്യും, നമുക്കറിയാം ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള രോഗാണുക്കൾ എന്ത് ചെയ്യും, വളരും. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് നാട്ടിൽ മൊത്തം എന്ത് ചെയ്യും, ഒരുപാട് വലിയ രോഗങ്ങൾ പടരും. ഓക്കെ, നിങ്ങൾക്കറിയാം. ഓക്കെ, ഇനി ജലത്തിൻ്റെ ജീവികൾ ചത്തുപോകും, ഉറപ്പാണ്. ജലത്തിന് വൃത്തിയില്ലെങ്കിൽ അല്ലെങ്കിൽ ജലത്തിലെ വെള്ളം ശുദ്ധമല്ലെങ്കിൽ ജലത്തിൽ വസിക്കുന്ന ജീവികളൊക്കെ എന്തായി പോവും, എന്ത് ചെയ്യും, ചത്തുപോകും. ഓക്കെ, ഇനി ജലസസ്യങ്ങൾ നശിക്കും. ജലത്തിൽ വളരുന്ന സസ്യങ്ങൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും അവയും നശിച്ചു പോകും. അടുത്ത എന്താണ്, വരൾച്ച അനുഭവപ്പെടും. വെള്ളമില്ലാതെ
നമ്മളെ നാട്ടിൽ മൊത്തം വരൾച്ച അനുഭവപ്പെടുന്നതായിരിക്കും. ഓക്കെ, ഇതും നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, അടുത്ത ഭാഗത്തേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഞാനാണ് താരം എന്ന് പറയുന്ന പാഠഭാഗത്തിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചർച്ച ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് അണ്ണാൻ കുഞ്ഞും ആനമൂപ്പനും എന്ന് പറയുന്ന പാഠഭാഗത്തിലെ ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഒന്നാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. യെസ്, നമ്മളൊരു അറിയിപ്പ് ബോർഡ് അവിടെയും തയ്യാറാക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാലോ, യെസ്, എന്തായിരുന്നു, അണ്ണാൻ കുഞ്ഞ് എല്ലാ കാട്ടുവാസികളെയും അല്ലെങ്കിൽ നമ്മുടെ കാട്ടിലെ എല്ലാ മൃഗങ്ങളെയും വിളിച്ചു കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അറിയിപ്പ് ബോർഡ് തയ്യാറാക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അറിയിപ്പ് ബോർഡാണ് സാർ ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മളിത് നോട്ട്ബുക്കിൽ എഴുതിയതാണ്, എന്നാലും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അറിയിപ്പ് എന്തായിരുന്നു? പ്രിയപ്പെട്ട കാട്ടുവാസികളെ, ഒക്ടോബർ 10 ബുധനാഴ്ച രാവിലെ 10 മണിക്ക് പൊന്മണിക്കുന്നിൽ വെച്ച് ഒരു യോഗം ചേരാൻ തീരുമാനിച്ചിരിക്കുന്നു. ഈ കാട്ടിലെ എല്ലാ നിവാസികളും എത്തിച്ചേരണമെന്ന് അറിയിച്ചു കൊള്ളുന്നു. ഓക്കെ, അപ്പോൾ എപ്പോഴാണ്, എവിടെ വെച്ചാണ്, അതുപോലെ എന്താണ് പരിപാടി എന്നുള്ളതൊക്കെ ഇതിൽ ഉൾപ്പെട്ടു. ഓക്കെ, അതുപോലെ സ്ഥലം കൊടുത്തിട്ടുണ്ട്, അതുപോലെ തീയതിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇത്തരത്തിലുള്ള ഒരു നോട്ടീസ് തയ്യാറാക്കാൻ സാധാരണയായിട്ട് നമ്മുടെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് കണ്ടുവരുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പാറ്റേൺ മക്കൾ ഓർത്തു വെക്കണം. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി അടുത്ത ഭാഗത്തേക്ക് പോകാം. ജീവജാലങ്ങളെക്കുറിച്ചിട്ട് കുറിപ്പ് എഴുതാൻ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോഴിയെക്കുറിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ കോഴി മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കും. മണ്ണിലുള്ള പുഴുക്കളും വിത്തുകളും ഒക്കെയാണ് ഞങ്ങൾ കഴിക്കുക. പക്ഷിയാണെങ്കിലും ഞങ്ങൾ അത്യാവശ്യത്തിന് മാത്രമേ പറക്കൂ. നിങ്ങൾ മനുഷ്യർ ഞങ്ങളുടെ മുട്ടയും ഇറച്ചിയും കഴിക്കും. ഓക്കെ, അപ്പോൾ കോഴിയെക്കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ പാഠഭാഗത്തിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ നോട്ട്ബുക്കിലേക്ക് എഴുതിയതും കൂടെയാണ്. അപ്പോൾ അടുത്ത ആളാരാ? യെസ്, അണ്ണാനെ കുറിച്ചിട്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ അണ്ണാൻ എന്നാണ് വിളിക്കുക. ചിൽ ചിൽ എന്ന് പറഞ്ഞുകൊണ്ട് മരച്ചില്ലകളിൽ ചാടി നടക്കുന്ന ഞങ്ങളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. വിത്തുകളും കായ്കളുമാണ് ഞങ്ങൾ ഭക്ഷിക്കുക. കുഞ്ഞുങ്ങളെ പ്രസവിച്ചു വളർത്തുന്നവരാണ് ഞങ്ങൾ. ഓക്കെ, സോ അണ്ണാനെ കുറിച്ചിട്ടും നമ്മളെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഓക്കെ, ഇനി അതുപോലെ നമ്മൾ നമ്മുടെ നോട്ട്ബുക്കിൽ എഴുതിയ മറ്റൊരാളാണ് പൂച്ച. പൂച്ചയെക്കുറിച്ചിട്ട് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യണം, എന്തായാലും ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ജീവിയെക്കുറിച്ചിട്ട് നമ്മളോട് എഴുതാൻ വേണ്ടിയിട്ട് പറയും. അപ്പോൾ പൂച്ച എങ്ങനെയാണ്? യെസ്, പൂച്ചയെക്കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പൂച്ച, എല്ലാവരുടെയും വീട്ടിൽ ഞാൻ ഉണ്ടാവാറുണ്ട്. പാലും മീനും ഇറച്ചിയുമാണ് എൻ്റെ ഇഷ്ടഭക്ഷണം. ഞാൻ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നു. റെഡിയാണല്ലോ? ഓക്കെ, സിമ്പിളാണ് അല്ലേ? ഓക്കെ, അടുത്ത ഭാഗം നോക്കുക. പൂമ്പാറ്റ. ഞാൻ പൂന്തോട്ടത്തിൽ പാറി നടക്കുന്നു. പൂന്തോട്ടത്തിലെ പൂന്തേൻ കുടിക്കുന്നു. എനിക്ക് ഭംഗിയുള്ള ചിറകുകളുണ്ട്. യെസ്, അപ്പോൾ നമ്മൾ പൂമ്പാറ്റയെക്കുറിച്ചിട്ട് ചർച്ച ചെയ്തു, അതുപോലെ പൂച്ചയെക്കുറിച്ച് ചർച്ച ചെയ്തു, അതുപോലെ കോഴി പറഞ്ഞു. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോവാം. യെസ്, മാൻ നോക്കുക. മാൻ എന്താണ്? യെസ്, ഞാൻ വലിയ ഓട്ടക്കാരനാണ്. കാട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. കാട്ടിലെ പുല്ലും മറ്റു പച്ചപ്പുകളും ഭക്ഷിക്കുന്നു. കുഞ്ഞുങ്ങളെ ഞാൻ പ്രസവിക്കുന്നു. യെസ്, അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ജീവിയെക്കുറിച്ചിട്ട് നമ്മളോട് ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഒന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിച്ച് വെക്കുക. ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യണം, ഏത് ജീവിയെക്കുറിച്ചാണ് ചോദിക്കുന്നത് അതിനെക്കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എഴുതി കൊടുക്കേണ്ടി വരും. ഓക്കെ, സോ അടുത്ത ആളാരാ? പശുവാണ് അല്ലേ? സോ പശുവൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ നോട്ട്ബുക്കിൽ എഴുതിയിട്ടുണ്ട്. എന്നാൽ സാർ ഒന്നുകൂടെ പറഞ്ഞു തരികയാണ്. ഞാൻ ആളുകൾക്ക് പാൽ നൽകുന്നു. പുല്ലും വൈക്കോലും വെള്ളവും ഭക്ഷണമാക്കുന്നു. കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നു. യെസ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ നോട്ടിലെ അല്ലെങ്കിൽ സാറിപ്പം കാണിച്ചു തരുന്ന ഈ ഒരു ഭാഗം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഓക്കെ, നോക്കൂ. യെസ്, മുട്ടയിടുന്നവർ, പ്രസവിക്കുന്നവർ. ഓക്കെ, മുട്ടയിടുന്ന ജീവജാലങ്ങൾ, അതുപോലെ പ്രസവിക്കുന്ന ജീവജാലങ്ങൾ. അപ്പോൾ ഇവരെ എഴുതാനാണ് നിങ്ങളോട് ചോദിക്കുക. ചിലപ്പോൾ കുറച്ച് ജീവജാലങ്ങളുടെ പേര് തന്നിട്ട് അവരെ എന്ത് ചെയ്യണം, മുട്ടയിടുന്നവരെന്നും പ്രസവിക്കുന്നവരെന്നും പട്ടികപ്പെടുത്താൻ പറയാറുണ്ട്. അപ്പോൾ ഇതിൽ ആരൊക്കെയാണ്? കോഴിയുണ്ട്, ആമയുണ്ട്, പാമ്പുണ്ട്, താറാവുണ്ട്, പല്ലിയുണ്ട്, കാക്കയുണ്ട്, തത്തയുണ്ട്. ഇപ്പോൾ ഇവർ മുട്ടയിടുന്നവരാണ്. ഇത് മാത്രമല്ല, ഇനിയും ഒരുപാട് ജീവജാലങ്ങളുണ്ട്. സാറ് കുറച്ച് ആൾക്കാരെ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. നമ്മൾ ഒരുപാടെണ്ണം നോട്ടിൽ എഴുതിയിട്ടുണ്ട്. അതുപോലെ പ്രസവിക്കുന്നവരാരൊക്കെയാണ്? ആട്, പശു, പൂച്ച, പട്ടി, മാന്, ആന. ഓക്കെ, ഇവരൊക്കെ എന്ത് ചെയ്യുന്നതാണ്? പ്രസവിക്കുന്നതല്ല. അപ്പോൾ ഇത്തരത്തിൽ പ്രസവിക്കുന്നവരെയും മുട്ടയിടുന്നവരെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പട്ടികപ്പെടുത്താനോ അല്ലെങ്കിൽ എഴുതാനോ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം.
അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നോക്കൂ, യെസ്, നീന്തുന്നവ, അതുപോലെ ഇഴയുന്നവ, പറക്കുന്നവ, നടക്കുന്നവ, ഇത്തരത്തിലുള്ളൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു കുറച്ച് ജീവജാലങ്ങളുടെ പേര് തന്നിട്ട് അവരെ നമ്മൾ നീന്തുന്നവ ഏത്, ഇഴയുന്നവ ഏത്, പറക്കുന്നവ ഏത് എന്ന് നമ്മളോട് അതുപോലെ നടക്കുന്നവ ഏത് എന്ന് സെപ്പറേറ്റ് ചെയ്യാനാണ് പറയുക. അപ്പോൾ ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്കറിയാം നീന്തുന്നവ ഏതൊക്കെയാ. നോക്കിയേ, നീന്തുന്നവ താറാവ് നീന്തും, അതുപോലെ ആമ നീന്തും, അതുപോലെ പാമ്പ്, ഇവരൊക്കെ നീന്തുന്നവരാ. ഇനി ഇഴയുന്നവരാരൊക്കെയാ? പാമ്പ്, അതുപോലെ പല്ലി തുടങ്ങിയവ, ഒച്ച് ഒക്കെ എന്താണ്? ഇഴയുന്നവയുടെ കൂട്ടത്തിലുള്ളതാണ്. ഇങ്ങനെ ഇത്തരത്തിൽ ക്ലാസിഫൈ ചെയ്യാനായിട്ട് നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ വരുന്നതാണ്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. നമ്മൾ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ നോട്ട്ബുക്കിൽ നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ളൊരു ചോദ്യം നമുക്ക് എന്ത് ചെയ്യാം മക്കളെ, പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അടുത്ത ഭാഗത്തേക്ക് പോകാം. മുട്ടയിടുന്നവരും പ്രസവിക്കുന്നവരും, ഇതിൽ കൂട്ടത്തിൽ പെടാത്തതാര് എന്നാണ് നമ്മൾ പിക്ക് ചെയ്യേണ്ടത്. നിങ്ങൾക്കറിയാം, ഇവിടെ പല്ലിയുണ്ട്, അതുപോലെ കോഴിയുണ്ട്, ആമയുണ്ട്, ആടുണ്ട്. ഇതിലേതാ കൂട്ടത്തിൽ പെടാത്തത്? യെസ്, ആടാണ്. ആട് എന്ത് ചെയ്യുന്നു? പ്രസവിക്കുന്നവരുടെ കൂട്ടത്തിലാണ്. ബാക്കിയുള്ളവരെല്ലാവരും എന്ത് ചെയ്യുന്ന? യെസ്, മുട്ടയിടുന്നവരുടെ കൂട്ടത്തിൽ പെടുന്നവരാണ്. ഇനി നോക്കൂ, അടുത്ത ചോദ്യം നോക്കൂ. താഴത്ത് ഇവിടെയും എന്ത് ചെയ്യാനാണ്? വട്ടം വരക്കാനാണ് പറഞ്ഞത്. നോക്കുക, പാമ്പുണ്ട്, അതുപോലെ എന്താണ്, പക്ഷിയുണ്ട്, അതുപോലെ ഒച്ചുണ്ട്, അതുപോലെ പുഴുണ്ട്. അപ്പോൾ ഇവരെ കൂട്ടത്തിൽ കൂട്ടത്തിൽ പെടാത്തത് ആരാന്ന് നിങ്ങൾക്കറിയാം. എന്താണ്? യെസ്, ഈ പക്ഷിയാണ്. പക്ഷി പറക്കുന്നവരുടെ കൂട്ടത്തിലാണ്. ബാക്കി എല്ലാവരും എന്താണ്? ഇഴയുന്നവരുടെ കൂട്ടത്തിലാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ചോദ്യവും നമുക്കിവിടെ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. മക്കൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുകയാണ്. രക്ഷിതാക്കൾ കൂടെ സപ്പോർട്ട് ഉണ്ടായാൽ അവർ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഈ പറഞ്ഞ കാര്യങ്ങളാണ് അണ്ണാൻ കുഞ്ഞും ആനമൂപ്പനും എന്ന് പറയുന്ന പാഠഭാഗത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത പാഠഭാഗത്തേക്ക് പോകാം. റെഡിയല്ലേ? യെസ്, നോക്കൂ. യെസ്, ഈ തെറ്റിന് ശിക്ഷയില്ല എന്ന് പറയുന്ന പാഠഭാഗത്തിലെ എന്തൊക്കെ ചോദ്യങ്ങൾ വരുമെന്ന് നമുക്ക് നോക്കാം. റെഡി? യെസ്, ഒന്നാമത് ചെടിയുടെ ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ നമ്മളോട് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇവിടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ചെടി തന്നിട്ടുണ്ട്. ഈ ചെടിയുടെ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്ന് പറഞ്ഞേ. യെസ്, ഒന്നാമത് സാധാ ഈ ഭാഗം ഏതാ? യെസ്, ചെടിയുടെ പൂവാണല്ലേ. സോ പൂവ്, ഒന്ന് പൂവാണ്. റെഡി? ക്ലിയർ? ഇനി അടുത്തത് ഏതാ? യെസ്, ഈ ഭാഗം ഏതാണ്? പറഞ്ഞേ. യെസ്, ഇത് ചെടിയുടെ ഇലയാണ്. അതുപോലെ അടുത്ത ഭാഗം നോക്കൂ. ഇതേതാ? യെസ്, ചെടിയുടെ ഫലമാണ്. യെസ്, കായ് എന്നൊക്കെ പറയും നമ്മൾ അല്ലേ. ഫലമാണ്. സോ ഫലം. റെഡിയല്ലേ? അടുത്തത് യെസ്, ചെടിയുടെ അടുത്ത ഭാഗം ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഏതാ ഈ ഭാഗം? ഏതാ? യെസ്, നിങ്ങൾക്കറിയാം. വെരി ഗുഡ്. തണ്ട്. എന്താണ്? തണ്ട്. യെസ്, തണ്ടാണ്. അതുപോലെ ചെടിക്ക് ഈ കാര്യങ്ങൾ മാത്രമല്ല, മണ്ണിനടിയിലും പല ഭാഗങ്ങളുണ്ട്. നിങ്ങൾക്കറിയാം. യെസ്, ഇത് വേരാണ്. വേര് ഉപയോഗിച്ചിട്ടാണ് യെസ് സസ്യങ്ങൾ ജലവും മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്? വളമൊക്കെ എന്ത് ചെയ്യുന്നത്? വലിച്ചെടുക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വേരിൽ ചില സമയത്ത് എന്ത് ചെയ്യലുണ്ട്? കായ്കൾ ഉണ്ടാവാറുണ്ട്. അപ്പം ഇതിനെ നമ്മൾ കിഴങ്ങെന്ന് വിളിക്കും. ഓക്കെ, കിഴങ്ങ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ ചെടിയുടെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെടിയുടെ ഭാഗങ്ങളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പറയാവുന്നതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ചെടി തന്നിട്ട് അല്ലെങ്കിൽ ഒരു സസ്യം തന്നിട്ട് ആ സസ്യത്തിൻ്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ നിങ്ങളോട് ചോദിക്കാറുണ്ട്. അപ്പോൾ മക്കൾ ഈ കാര്യങ്ങളൊന്ന് പഠിച്ചു വെക്കുക. നമ്മൾ ക്ലാസ്സിൽ നല്ല അടിപൊളി ചെടിയൊക്കെ വരച്ചിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ കൂടെ മക്കളൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ ചെടിയുടെ ഭാഗങ്ങൾ യെസ്, ഈ പാഠഭാഗത്തിൽ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ അല്ലേ? അടുത്ത ഭാഗത്തേക്ക് പോകാം. നോക്കിയേ, ഇല എന്തിനൊക്കെ? ഇലയുടെ ഉപയോഗങ്ങളാണ് അടുത്തതായ ചോദ്യം. ഓക്കെ, ഇല എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ഇല നോക്കിയേ, നിങ്ങൾക്കറിയാം, നമ്മൾ നോട്ടിൽ എഴുതിയതാണ്. ഭക്ഷണം കഴിക്കാൻ ഇല ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ അട ചുടാൻ ഉപയോഗിക്കലുണ്ട് അല്ലേ. ഈ സാധനങ്ങൾ പൊതിയാൻ എന്ത് ചെയ്യലുണ്ട്? ഇല ഉപയോഗിക്കാറുണ്ട്. അതുപോലെ വീട് മേയാൻ യെസ്, നമ്മുടെ പനയോല ഉപയോഗിച്ചിട്ടും അതുപോലെ തെങ്ങോലൊക്കെ മെടഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യലുണ്ട്? ചെറിയ വീടുകളൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ യെസ് എന്ത് ചെയ്യലുണ്ട്? ഇലകൾ ഉപയോഗിക്കാറുണ്ട്. അടുത്തതാണ് ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നു അല്ലേ. നമ്മൾ പല മുരിങ്ങ പോലുള്ള സസ്യജാലങ്ങൾ അതിൻ്റെ ഇല നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഭക്ഷണമായിട്ട് ഉപയോഗിക്കലുണ്ട്. ചില ഇലകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഔഷധമായിട്ടും ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, സോ നമ്മുടെ തുളസിയൊക്കെ പോലുള്ള ഇലകൾ നമ്മൾ എന്ത് ചെയ്യലുണ്ട്? ഔഷധമായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ചോദ്യം നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ പാഠഭാഗത്തിൽ നിന്നും പ്രതീക്ഷിക്കാം. സോ ഇലകളുടെ ഉപയോഗങ്ങൾ അല്ലെങ്കിൽ ഇല എന്തിനൊക്കെ എന്ന് പറയുന്ന ഭാഗം ഇവിടെ എന്ത് ചെയ്യലുണ്ട്? ചോദ്യമായിട്ട് കാണാറുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ഭാഗത്തേക്ക് പോയാലോ? ഓക്കെ, നോക്കൂ,
അടുത്ത ഭാഗം സസ്യങ്ങളും അവരുടെ നടീൽ രീതികളും. എങ്ങനെയാണ് സസ്യങ്ങൾ നടുക? ചില സസ്യങ്ങൾ നമുക്കറിയാം വിത്ത് മുളച്ച് ഉണ്ടാകുന്നവരുണ്ട്, ചില ആൾക്കാർ തണ്ട് മുളച്ച് ഉണ്ടാകുന്നവരുണ്ട്, ചിലരാണെങ്കിൽ കിഴങ്ങ് മുളച്ചിട്ട് ഉണ്ടാകുന്നവരുണ്ട്, ചില സസ്യങ്ങളാണെങ്കിൽ ഇല മുളച്ചിട്ട് ഉണ്ടാകുന്നവരുണ്ട്. ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. സാറ് വളരെ കുറച്ച് ആൾക്കാരെ മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, ആദ്യം വിത്ത് മുളച്ച് ഉണ്ടാകുന്ന ആളുകളാണ്. ഒന്ന് പയറുണ്ട്, അടുത്തതാണ് മുളക്, അടുത്തത് മത്തൻ, അടുത്തത് പടവലം, കുമ്പളം, മാവ്, പ്ലാവ് തുടങ്ങിയവയൊക്കെ എന്താണ്? വിത്ത് മുളച്ച് ഉണ്ടാകുന്നവരുടെ കൂട്ടത്തിലാണ്. എന്നാൽ തണ്ട് മുളച്ചുണ്ടാകുന്നവർ ആരൊക്കെയാ? ചെമ്പരത്തി, അതുപോലെ കപ്പ അല്ലേ, കപ്പ മരച്ചീനി, നമ്മൾ പൂള എന്നൊക്കെ പറയും അല്ലേ. ഓക്കെ, റോസ്, അതുപോലെ കരിമ്പ്, പുതിന, ഇവരൊക്കെ എന്താണ്? തണ്ട് മുളച്ചുണ്ടാകുന്ന തണ്ട് കൊണ്ടുപോയി നമ്മൾ കട്ട് ചെയ്ത് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? മുളച്ച് ചെടിയായിട്ട് വരുന്ന ആളുകളാണ് എന്ത്? തണ്ട് മുളച്ചുണ്ടാകുന്ന ഈ ആളുകൾ. ഓക്കെ, ക്ലിയർ ആണല്ലോ. സോ അടുത്ത ആൾ കിഴങ്ങ് മുളച്ച്. ആരൊക്കെയാണ് കിഴങ്ങ് മുളച്ചിട്ട്? നമ്മൾ കിഴങ്ങ് കൊണ്ടുപോയിട്ട് മണ്ണിൽ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? ഒരു ചെടിയായിട്ട്, അതിൻ്റെ അടുത്തൊരു ചെടിയായിട്ട് ഉണ്ടാകുന്ന ആൾക്കാരാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ചേന, ചേമ്പ്, കുവ, അതുപോലെ കൂർക്ക, അതുപോലെ ഇഞ്ചി, മഞ്ഞൾ തുടങ്ങിയവരൊക്കെ എന്താണ്? കിഴങ്ങ് കൊണ്ടുപോയി കുഴിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? നിർമ്മിക്കാവുന്ന അല്ലെങ്കിൽ വളർത്താവുന്ന ചെടികളാണ്. ഓക്കെ, അങ്ങനെ അവസാനത്തേക്ക് നമ്മൾ പോകുമ്പോൾ ഇല മുളച്ചുണ്ടാകുന്ന ചെടികളാണ്. ഇല കൊണ്ടുപോയി കുഴിച്ചിട്ട് കഴിഞ്ഞാൽ നിർമ്മിതമാകുന്ന അല്ലെങ്കിൽ ഉണ്ടാകുന്ന സസ്യങ്ങളാണ് അടുത്തത്. ഏതാ? നിശാഗന്ധി ഉണ്ട്, അതുപോലെ ഇലമുളച്ചിയുണ്ട്. ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ നോട്ടിൽ എഴുതിയിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ഈ ഭാഗം ഈ ഒരു ടേബിൾ നമ്മൾ സാധാരണയായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. ഒരുപാട് സസ്യജാലങ്ങൾ തന്നിട്ട് അവരുടെ പേര് തന്നിട്ട് അതിൽ നിന്നും പട്ടികപ്പെടുത്താനും ഇവിടെ നിന്നും ചോദ്യം വരാറുണ്ട്. ഓക്കെ, ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഓക്കെ, എന്താണ് നോക്കാം. ശ്രദ്ധിച്ചേ. ഇലയും അതിൻ്റെ ഉപയോഗങ്ങളും അല്ലേ, ഇലയും ഉപയോഗങ്ങളും ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. തുളസി ഇല, എന്തിനാണ് തുളസി ഇല ഉപയോഗിക്കുക? ഔഷധമായിട്ടാണ് ഉപയോഗിക്കുക. ഓക്കെ, അതുപോലെ മറ്റു പനിക്കൂർക്കലില ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. ആടലോടകത്തിൻ്റെ ഇല ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്തതാണ് കറിവേപ്പില. നോക്കിയേ, കറിവേപ്പില എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഭക്ഷണമായിട്ടാണ് അല്ലേ. ഭക്ഷണമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഉപയോഗിക്കുന്നു. അപ്പോൾ ഭക്ഷണം. കറിവേപ്പില എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഭക്ഷണമായിട്ട്. ഓക്കെ അല്ലേ. അങ്ങനെയാണെങ്കിൽ തേക്കില നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? തേക്കില നമ്മൾ എന്ത് ചെയ്യാനാ? സാധനങ്ങൾ പൊതിയാനാണ് നമ്മൾ എന്ത് ചെയ്യുക? ഉപയോഗിക്കുക. അപ്പോൾ സാധനങ്ങൾ പൊതിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? തേക്കില ഉപയോഗിക്കുന്നു. അപ്പോൾ നമ്മൾ തേക്കില ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സാധനങ്ങളൊക്കെ പൊതിഞ്ഞു കൊണ്ടുപോകാം. ഓക്കെ, ഇനി താളിയായി ഉപയോഗിക്കുന്ന ഒരു സസ്യമുണ്ട്. ഏതാ പറയാൻ പറ്റുമോ? താളിയായി ഉപയോഗിക്കുന്നത് വളരെ നമുക്കെല്ലാവർക്കും അറിയാം. നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിച്ച് വരുന്ന സാധനമാണ് അല്ലേ. ഏതാ? ചെമ്പരത്തി. എന്താണ്? ചെമ്പരത്തി. ഓക്കെ, അപ്പോൾ ചെമ്പരത്തിയുടെ ഇല നമ്മൾ ഇടിച്ച് ഒരു കല്ലിലിട്ട് ഇടിച്ച് പിഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലൊരു കറ പോലത്തെ സാധനം കിട്ടും. അതാണ് നമ്മുടെ താളി അല്ലേ. അപ്പോൾ ഈ താളി നമ്മൾ എന്ത് ചെയ്യലുണ്ട്? തലയിൽ തേക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. തുളസിയില എന്തിനാ ഉപയോഗിക്കുക? ഔഷധമായിട്ട്. കറിവേപ്പില ഭക്ഷണമായിട്ട്. തേക്കില സാധനങ്ങൾ പൊതിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പൊതിയാൻ അല്ലേ. ഓക്കെ, പൊതിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ചെമ്പരത്തിയുടെ ഇല നമ്മൾ താളിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ സാർ ഇപ്പോൾ ചർച്ച ചെയ്തതാണ് കോമൺലി നമ്മൾ കണ്ടുവരുന്ന ചോദ്യങ്ങൾ. രക്ഷിതാക്കളും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഈ കാര്യമാണ് ഈ ഒരു പാഠഭാഗത്തിൽ നിന്ന് സാധാരണയായിട്ട് കണ്ടുവരുന്ന ചോദ്യങ്ങൾ. എന്നാൽ ഇത് മാത്രമാണോ എക്സാമിന് ഉണ്ടാവുക? അല്ല, ഡയറി എഴുതാനുണ്ടാവും. നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ഒരു കഥയുടെ ഫോമിലായിരിക്കും പോവുക. അപ്പോൾ ആ കഥ രൂപത്തിലിങ്ങനെ തുറന്നു പോകുമ്പോൾ അന്നത്തെ ഡയറി എഴുതാൻ പറയും. അതുപോലെ തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്ത് അവിടെ നിന്നും കഥ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് പറയും. തുടർന്ന് കഥ എഴുതാൻ പറയും. അതുപോലെ കഥയ്ക്കൊരു തലക്കെട്ട് കൊടുക്കാൻ പറയും. അതുപോലെ എന്ത് ചെയ്യുന്നു? ചില കടങ്കഥകൾ ചോദിക്കും. അതുപോലെ കുട്ടികളെ കൊണ്ട് ഒരു കടങ്കഥ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറയും. അതുപോലെ വരികൾ കൂട്ടിച്ചേർക്കാൻ ചെറിയ കവിത തന്നിട്ട് ആ കവിതയുടെ രൂപത്തിലുള്ള 4 വരി കവിത എന്ത് ചെയ്യണം? കുട്ടികളെ കൊണ്ട് വരികൾ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട് പറയും. അതുപോലെ ചില ഏരിയയിൽ കഥാപാത്രങ്ങൾ തമ്മിലുള്ള സംഭാഷണം
എഴുതാനും സാധാരണയായിട്ട് കണ്ടുവരാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത ഈ കാര്യങ്ങൾ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ ക്വസ്റ്റ്യനിൽ പ്രതീക്ഷിക്കണം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്ത എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ മക്കൾ നല്ല രീതിയിൽ ഈ ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചിരിക്കുക. നമ്മുടെ എക്സാമിൽ നമുക്ക് നല്ല മാർക്ക് വാങ്ങണം. അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ഓക്കെ, ശരി, താങ്ക് യു.